ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. 10th പ്രിലിംസ് എക്സാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 500+ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ 200 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. 201 2025 റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, പ്രബോവോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ മുഖ്യാതിഥി പ്രബോവോ സുബിയാന്തോ. 202 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരായിരുന്നു? പ്രബോവോ സുബിയാന്തോ. 203 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ സി, ജനുവരി 26. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതൊന്നും കൂടി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റുകൾ. അതുകൊണ്ട് ഒന്നുകൂടി മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 204 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച കേരളീയൻ ആർക്ക്? ഓപ്ഷൻ എ, MT വാസുദേവൻ നായർ. 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച കേരളീയനാണ് MT വാസുദേവൻ നായർ. 205 2025 പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച പ്രമുഖൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, KS ചിത്ര. 2025 പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച പ്രമുഖനാണ് KS ചിത്ര. 206 2025 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ, നിർമ്മല സീതാരാമൻ. 2025 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി നിർമ്മല സീതാരാമൻ. 207 2025 കേന്ദ്ര ബജറ്റിൽ പുതിയ നികുതി വ്യവസ്ഥയിൽ എത്ര രൂപ വരെയുള്ള കാർഷിക വരുമാനം നികുതിയില്ലാത്തതാക്കി? ആൻസർ ഓപ്ഷൻ സി, 12 ലക്ഷം. 2025 കേന്ദ്ര ബജറ്റിൽ പുതിയ നികുതി വ്യവസ്ഥയിൽ എത്ര രൂപ വരെയുള്ള കാർഷിക വരുമാനം നികുതിയില്ലാത്തതാക്കി? 12 ലക്ഷം. 208 കേന്ദ്ര ബജറ്റ് 2025-26 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷി. കേന്ദ്ര ബജറ്റ് 2025-26 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷി. 209 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ ലക്ഷ്യം എത്ര ജില്ലകളിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്? ആൻസർ ഓപ്ഷൻ സി, 100. 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ ലക്ഷ്യം എത്ര ജില്ലകളിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്? ആൻസർ ഓപ്ഷൻ സി, 100. 210 2025 കേന്ദ്ര ബജറ്റിൽ മക്കാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ബീഹാർ. 2025 കേന്ദ്ര ബജറ്റിൽ മക്കാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ബീഹാർ. 211 2025 ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ജ്ഞാനേഷ് കുമാർ. 212 2025 ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റതാണ് ജ്ഞാനേഷ് കുമാർ. 213 2025 അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാന്റെ പിതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ, RK ശേഖർ. 2025 അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാന്റെ പിതാവാണ് RK ശേഖർ. 214 2025 അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ലഭിച്ച പരമോന്നത ബഹുമതി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പത്മവിഭൂഷൺ. 2025 അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ലഭിച്ച പരമോന്നത ബഹുമതിയാണ് പത്മവിഭൂഷൺ. 215 2025 38ാമത് ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. 2025 38ാമത് ദേശീയ ഗെയിംസ് നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 216 2025 ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനത്ത് എത്തിയത് സർവീസസ് ആണ്. അതായത് സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് എന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മുന്നിലെത്തിയത് മഹാരാഷ്ട്രയാണ്. ഒന്നുകൂടി നോക്കാം. 2025 ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനത്ത് എത്തിയത് സർവീസസും, എന്നാൽ സംസ്ഥാനങ്ങൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയുമാണ്.
217. 2025 ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സങ്കൽപ് സേ ശിഖർ തക്. 2025 ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ് സങ്കൽപ് സേ ശിഖർ തക്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നേടിയ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നേടിയ രാജ്യം ഇന്ത്യ. 219. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയാണ്? ആൻസർ ഓപ്ഷൻ സി, ന്യൂസിലാൻഡ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ന്യൂസിലാൻഡ്. 220. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, രോഹിത് ശർമ്മ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് രോഹിത് ശർമ്മ. 221. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്ന വേദി ഏത്? ആൻസർ ഓപ്ഷൻ എ, ലോർഡ്സ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്ന വേദി ലോർഡ്സ്. 222. 2025 വനിതാ പ്രീമിയർ ലീഗ് അതായത് WPL ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മുംബൈ ഇന്ത്യൻസ്. 2025 വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ്. 223. 2025 WPLൻ്റെ 3-ാം പതിപ്പ് നടന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. 2025 WPL അഥവാ വനിതാ പ്രീമിയർ ലീഗിൻ്റെ 3-ാം പതിപ്പ് നടന്ന രാജ്യം ഇന്ത്യ. 224. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആര്? ആൻസർ ഓപ്ഷൻ സി, യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം യാനിക് സിന്നർ. 225. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം ആര്? ആൻസർ ഓപ്ഷൻ ബി, മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം മാഡിസൺ കീസ്. 226. 2025 ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺക്ലേവ്. 2025 ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ സി, കോൺക്ലേവ്. 227. 2025 അക്കാദമി അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനോറ. 2025 അക്കാദമി അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ അനോറ. 228. 2025 ഓസ്കാർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ താരം ആര്? ആൻസർ ഓപ്ഷൻ സി, മൈക്കിൾ ബി ജോർഡൻ. 2025 ഓസ്കാർ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ താരം മൈക്കിൾ ബി ജോർഡൻ. 229. 2025 ഓസ്കാർ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ താരം ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിക്കി മാഡിസൺ. 2025 ഓസ്കാർ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ താരം ആൻസർ ഓപ്ഷൻ ബി, മിക്കി മാഡിസൺ. 230. 2025 ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ നേടിയ ആൽബം ഏത്? ആൻസർ ഓപ്ഷൻ എ, കൗബോയ് കാർട്ടർ. 2025 ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ നേടിയ ആൽബം ഏത്? കൗബോയ് കാർട്ടർ. 231. 2025 ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ നേടിയ ഗായിക ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിയോൺസെ. 2025 ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ നേടിയ ഗായിക ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ബിയോൺസെ. 232. 2025 ലോക സാമ്പത്തിക ഫോറം അഥവാ WEF സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, ദാവോസ്. 2025 ലോക സാമ്പത്തിക ഫോറം അഥവാ WEF സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാവോസ്. 233. 2025 WEF സമ്മേളനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊളാബറേഷൻ ഫോർ ദി ഇൻ്റലിജൻറ്റ് ഏജ്.
2025 WEF സമ്മേളനത്തിൻ്റെ പ്രമേയം കൊളാബറേഷൻ ഫോർ ദി ഇൻ്റലിജൻറ്റ് ഏജ്. 234. 2025 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സ് വിജയകരമായി നടത്തിയ സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ISRO. 2025 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സ് വിജയകരമായി നടത്തിയ സ്ഥാപനമാണ് ISRO. 235. സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് ഡോക്ക് ചെയ്യുക. 235. സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് ഡോക്ക് ചെയ്യുക. 236. 2025 ISRO ചെയർമാനായി ചുമതലയേറ്റത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് വി നാരായണൻ. 2025 ISRO ചെയർമാനായി ചുമതലയേറ്റത് വി നാരായണൻ. 237. 2025 ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് സ്ഥാപനം പ്രധാന പങ്കുവഹിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ISRO. 2025 ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് സ്ഥാപനം പ്രധാന പങ്കുവഹിക്കുന്നു? ISRO. 238. 2025 അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റിയയാൾ ആര്? ആൻസർ ഓപ്ഷൻ ബി ഡൊണാൾഡ് ട്രംപ്. 2025 അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റത് ഡൊണാൾഡ് ട്രംപ്. 239. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായി 2025 അധികാരമേറ്റു? ആൻസർ ഓപ്ഷൻ സി 47ാമത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായി 2025 അധികാരമേറ്റു? ആൻസർ ഓപ്ഷൻ സി 47ാമത്. 240. 2025 കാനഡയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആര്? ആൻസർ ഓപ്ഷൻ ബി മാർക്ക് കാർണി. 2025 കാനഡയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർണി. 241. 2025 ജർമ്മനിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്രിഡ്രിച്ച് മെർസ്. 2025 ജർമ്മനിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രിഡ്രിച്ച് മെർസ്. 242. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എൻഡിങ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 243. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ എ ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ 5. 244. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്ലേസിയർ പ്രിസർവേഷൻ. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്നത് ഗ്ലേസിയർ പ്രിസർവേഷൻ. 245. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. 246. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 247. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 248. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് തീയതിയിലാണ് ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജൂൺ 21. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് തീയതിയിലാണ് ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ജൂൺ 21. 249. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. 250. 2025 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയം ഏത്?
ആൻസർ ഓപ്ഷൻ ബി ആണ് ഫാമിലി ആൻഡ് ന്യൂ ടെക്നോളജീസ്. 2025 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ഫാമിലി ആൻഡ് ന്യൂ ടെക്നോളജീസ്. 251 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ആൻസർ പ്രൊബോവോ സുബിയാൻറ്റോ. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ മുഖ്യാതിഥി പ്രൊബോവോ സുബിയാൻറ്റോ. 252 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ മുഖ്യാതിഥിയായിരുന്ന വ്യക്തി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. 253 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് എൽ സുബ്രഹ്മണ്യം. 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് എൽ സുബ്രഹ്മണ്യം. 254 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ എ ആണ് വി എസ് അച്യുതാനന്ദൻ. 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. 255 2025 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നിർമ്മല സീതാരാമൻ. 256 2025 കേന്ദ്ര ബജറ്റിൽ പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം എത്ര രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിൻ്റെ ആദായ നികുതി ഒഴിവാക്കി? ആൻസർ ഓപ്ഷൻ സി ആണ് 12 ലക്ഷം. 257 2025 കേന്ദ്ര ബജറ്റിൽ കർഷകർക്കായി പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളിലൊന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ് PM ധന്യ കൃഷി യോജന. 2025 കേന്ദ്ര ബജറ്റിൽ കർഷകർക്കായി പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് PM ധാന്യ കൃഷി യോജന. 258 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മാണ മേഖല. 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മാണ മേഖല. 259 2025 ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ ബി ജ്ഞാനേഷ് കുമാർ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 260 ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്? ആൻസർ ഓപ്ഷൻ സി 26ാമത്. ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. 261 2025 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ പാർട്ടി. ആൻസർ ഓപ്ഷൻ ബി BJP. 2025 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ പാർട്ടിയാണ് BJP. 262 2025 ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്? ആൻസർ ഓപ്ഷൻ സി ആണ് രേഖ ഗുപ്ത. 2025 ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് രേഖ ഗുപ്ത. 263 2025 ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ സി BR ഗവായ്. 2025 ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് BR ഗവായ്. 264 2025 മഹാകുംഭമേള നടന്ന പ്രധാന നഗരം? ആൻസർ ഓപ്ഷൻ ബി പ്രയാഗ്രാജ്. 2025 മഹാകുംഭമേള നടന്ന പ്രധാന നഗരം? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രയാഗ്രാജ്. 265 2025 മഹാകുംഭമേള ഏത് നദികളിലെ സംഗമ സ്ഥലത്താണ് നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗംഗ യമുന സരസ്വതി. 2025 മഹാകുംഭമേള ഏത് നദികളുടെ സംഗമ സ്ഥാനത്താണ് നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗംഗ യമുന സരസ്വതി. 266 2025 ഇന്ത്യയിലെ ആദ്യ റിവറൈൻ ലൈറ്റ് ഹൗസ് പദ്ധതിക്ക് ബന്ധപ്പെട്ട സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ബീഹാർ. 2025 ഇന്ത്യയിലെ ആദ്യ റിവറൈൻ ലൈറ്റ് ഹൗസ് പദ്ധതിക്ക് ബന്ധപ്പെട്ട സംസ്ഥാനം ബീഹാർ. 267 2025 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സ് വിജയകരമായി നടത്തിയ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ISRO. 2025 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സ് വിജയകരമായി നടത്തിയ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ISRO. 268 സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 ബഹിരാകാശ പേടകങ്ങളുടെ ഡോക്കിംഗ്. സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് 2 ബഹിരാകാശ പേടകങ്ങളുടെ ഡോക്കിംഗ്.
269 സ്പാഡെക്സ് വിജയത്തോടെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ രാജ്യമായി? ആൻസർ ഓപ്ഷൻ ബി ആണ് 4-മത്തെ. സ്പാഡെക്സ് വിജയത്തോടെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ രാജ്യമായി? ആൻസർ ഓപ്ഷൻ ബി 4-മത്തെ. 270 2025 ISRO ചെയർമാനായി ചുമതലയേറ്റത്? ആൻസർ ഓപ്ഷൻ സി വി നാരായണൻ. 2025 ISRO ചെയർമാനായി ചുമതലയേറ്റത് വി നാരായണൻ. 271 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്ന നേട്ടം കൈവരിച്ച വ്യക്തി? ആൻസർ ഓപ്ഷൻ എ ആണ് രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് രാകേഷ് ശർമ്മ. 272 2025 ആക്സിയോം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി? ആൻസർ ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. 2025 ആക്സിയോം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ്? ആൻസർ ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. 273 2025 ഇന്ത്യയുടെ ആദ്യ വനിതാ ബറ്റാലിയൻ ഏത് സേനയിലാണ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് CRPF. 2025 ഇന്ത്യയുടെ ആദ്യ വനിതാ ബറ്റാലിയൻ ഏത് സേനയോടാണ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്? CRPF. 274 2025 ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പ്രധാന സൈനിക അഭ്യാസങ്ങളിലൊന്ന്? ആൻസർ ഓപ്ഷൻ ബി എക്സസൈസ് ടൈഗർ ട്രംപ്. 2025 ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പ്രധാന സൈനിക അഭ്യാസങ്ങളിലൊന്നാണ് എക്സസൈസ് ടൈഗർ ട്രംപ്. 275 ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജപ്പാൻ. ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ്? ജപ്പാൻ. 276 വരുണ നാവിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫ്രാൻസ്. 277 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിച്ച രാജ്യം ഇന്ത്യ. 278 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം? ആൻസർ ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ന്യൂസിലാൻഡ്. 279 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ദുബായ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടന്ന സ്ഥലം ദുബായ്. 280 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ് രജിൻ രവീന്ദ്ര. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്? രജിൻ രവീന്ദ്ര. 281 2025 വനിതാ പ്രീമിയർ ലീഗ് അഥവാ WPL കിരീടം നേടിയ ടീം? ആൻസർ ഓപ്ഷൻ എ മുംബൈ ഇന്ത്യൻസ്. 2025 വനിതാ പ്രീമിയർ ലീഗ് അഥവാ WPL കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ്. 282 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ ബി ജെനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ജെനിക് സിന്നർ. 283 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ സി മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം മാഡിസൺ കീസ്. 284 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ എ കാർലോസ് അൽക്കാറസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം കാർലോസ് അൽക്കാരാസ്. 285 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ ബി കൊക്കോ ഗോഫ്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം? ആൻസർ ഓപ്ഷൻ ബി കൊക്കോ ഗോഫ്. 286 2025 UEFA നാഷൻസ് ലീഗ് കിരീടം നേടിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗൽ. 2025 UEFA നാഷൻസ് ലീഗ് കിരീടം നേടിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ് പോർച്ചുഗൽ.
287 2025 UEFA നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയ രാജ്യം. ആൻസർ ഓപ്ഷൻ ബി സ്പെയിൻ. 2025 UEFA നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയ രാജ്യം. ആൻസർ ഓപ്ഷൻ ബി സ്പെയിൻ. 288 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആതിഥേയ രാജ്യം. ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ ഐക്യനാടുകൾ. 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആതിഥേയ രാജ്യം. ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ ഐക്യനാടുകൾ. 289 2025 വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ദാവോസ്. 2025 വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് നടന്ന സ്ഥലം ദാവോസ്. 290 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പ്രധാന പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി കൊളാബറേഷൻ ഫോർ ദി ഇൻ്റലിജൻറ്റ് ഏജ്. 2025 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പ്രധാന പ്രമേയം കൊളാബറേഷൻ ഫോർ ദി ഇൻ്റലിജൻറ്റ് ഏജ്. 291 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി ഗ്ലേസിയർ പ്രിസർവേഷൻ. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ. 292 ലോക ജലദിനം ആചരിക്കുന്നത് ഏത് തീയതിയിൽ? ആൻസർ ഓപ്ഷൻ ബി മാർച്ച് 22. 292 ലോക ജലദിനം ആചരിക്കുന്ന ദിവസം മാർച്ച് 22. 293 2025 ലോക വനദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ എ ഫോറസ്റ്റ്സ് ആൻഡ് ഫുഡ്സ്. 2025 ലോക വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ്സ് ആൻഡ് ഫുഡ്സ്. 294 ലോക വനദിനം ആചരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് മാർച്ച് 21. ലോക വനദിനം ആചരിക്കുന്നത് മാർച്ച് 21. 295 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി. 296 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ആൻസർ ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ആൻസർ ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ. 297 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി നോക്കാം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. 298 അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് മാർച്ച് 8. 299 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ബി ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 300 ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിൽ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ആചരിക്കുന്ന തീയതിയാണ് ഏപ്രിൽ 7. 301 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രബോവോ സുബിയാന്തോ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 302ാമത്തെ ക്വസ്റ്റ്യനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നോക്കാം. 2025 റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി സ്വർണിം ഭാരത് വിരാസൻ ഔർ വികാസ്. 303 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് ഏത് തീയതിയിൽ? ജനുവരി 26. 304 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ബി PR ശ്രീജേഷ്. 2025 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് PR ശ്രീജേഷ്. 305 2025 കേരള നിയമസഭാ സ്പീക്കർ ആര്? ആൻസർ ഓപ്ഷൻ എ AN ഷംസീർ. 2025 കേരള നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. 306 2025 കേരള ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. 2025 കേരള ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ.
307 2025 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന ലക്ഷ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു പോയിന്റുകൾ? നവകേരള നിർമ്മാണം, വികസിത കേരളം, വിഴിഞ്ഞം തുറമുഖ വികസനം എന്നിവയെല്ലാം. 2025 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന ലക്ഷ്യങ്ങളാണ് നവകേരള നിർമ്മാണം, വികസിത കേരളം, വിഴിഞ്ഞം തുറമുഖ വികസനം എന്നിവയെല്ലാം. 308 2025 ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതരായത് ജ്ഞാനേഷ് കുമാർ. 309 2025 ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതായത് CAG ആയി ചുമതലയേറ്റത് ആൻസർ ഓപ്ഷൻ എ ആണ്, കെ സഞ്ജയ് മൂർത്തി. 2025 ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG ആയി ചുമതലയേറ്റത് കെ സഞ്ജയ് മൂർത്തി. 310 2025 ഇന്ത്യയിലെ ആദ്യത്തെ ലംബോർഗിനി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ലംബോർഗിനി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. 311 2025 ലോകത്തിലെ ഏറ്റവും വലിയ മതസംഗമമായി നടന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി കുംഭമേള. 2025 ലോകത്തിലെ ഏറ്റവും വലിയ മതസംഗമമായി നടന്നത് കുംഭമേള. 312 2025 മഹാകുംഭമേള നടന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ സി പ്രയാഗ്രാജ്. 2025 മഹാകുംഭമേള നടന്ന നഗരമാണ് പ്രയാഗ്രാജ്. 313 2025 മഹാകുംഭമേള ഏത് നദികളുടെ സംഗമ സ്ഥലത്താണ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഗംഗ, യമുന, സരസ്വതി. 2025 മഹാകുംഭമേള ഏത് നദികളുടെ സംഗമ സ്ഥലത്താണ് നടന്നത്? ഗംഗ, യമുന, സരസ്വതി. 314 2025 ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി നടത്തിയ ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്പാഡെക്സ്. 2025 ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി നടത്തിയ ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്പാഡെക്സ്. 315 ISROയുടെ സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഉപഗ്രഹ ഡോക്കിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിക്കുക. 315 ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ISROയുടെ സ്പാഡെക്സ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ഉപഗ്രഹ ഡോക്കിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിക്കുക. 316 2025 ISROയുടെ ചെയർമാനായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വി നാരായണൻ. 2025 ISROയുടെ ചെയർമാനായി നിയമിതനായത് വി നാരായണൻ. 317 വി നാരായണൻ ഏത് സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ISRO. വി നാരായണൻ ഏത് സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്? ISRO. 318 2025 ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് വിജയത്തോടെ ഇന്ത്യ ഏത് സ്ഥാനത്തെത്തി? ആൻസർ ഓപ്ഷൻ സി 4ാം രാജ്യം. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് വിജയത്തോടെ ഇന്ത്യ ഏത് സ്ഥാനത്തെത്തി? 4ാം രാജ്യം. 319 2025 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. 320 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ എ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. 320 ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. 321 2025 കേന്ദ്ര ബജറ്റിൽ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം എത്ര രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി ഒഴിവാക്കി? ആൻസർ ഓപ്ഷൻ സി 12 ലക്ഷം. 2025 കേന്ദ്ര ബജറ്റിൽ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം എത്ര രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി ഒഴിവാക്കി? ആൻസർ ഓപ്ഷൻ സി ആണ്, 12 ലക്ഷം. 322 ക്വസ്റ്റ്യൻ നോക്കാം. 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ ഫോർ എ മൈക്രോ എക്കണോമി പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണവോർജം. 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ ഫോർ എ മൈക്രോ എക്കണോമി പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണവോർജം. 323 2025 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായി ISSലേക്ക് പോയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ശുഭാംശു ശുക്ല. 2025 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായി ISSലേക്ക് പോയത് ശുഭാംശു ശുക്ല.
324. 2025 ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏത്? ആൻസർ ഓർബിറ്റൽ. 2025 ബുക്കർ പ്രൈസ് നേടിയ കൃതിയാണ് ഓർബിറ്റൽ. 325. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഇത് നമ്മൾ പഠിച്ചു, എന്നാലും ഒന്നുകൂടി നോക്കാം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി ആൻഡ് 326. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഗ്ലാസിയർ പ്രിസർവേഷൻ. 327. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 328. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 329. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 330. 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം ആൻസർ ഓപ്ഷൻ എ ആണ്. യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. 331. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ബി ജാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. 332. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ സി മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്. 333. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 334. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യം? ആൻസർ ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. 335. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി പാകിസ്ഥാൻ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. 336. 2025 IPL കിരീടം നേടിയ ടീം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 336ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. 2025 IPL കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 337. 2025 IPLൽ കിരീടം നേടിയ RCBയുടെ ആദ്യ IPL കിരീടമാണിത്? ആൻസർ ഓപ്ഷൻ എ ആണ് ശരി. 337ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. 2025 IPLൽ കിരീടം നേടിയ RCയുടെ ആദ്യ IPL കിരീടമാണ് എന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ്. ശരി. 338. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? ആൻസർ ഓപ്ഷൻ എ കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 339. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൊക്കോ ഗഫ്. 340ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഏത് രാജ്യത്താണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി അമേരിക്കൻ ഐക്യനാടുകൾ. 341. 2025 ലോക സാമ്പത്തിക ഫോറം നടന്നത് എവിടെയാണ്? ദാവോസ്. 342. 2025 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി കൊളാബറേഷൻ ഫോർ ദി ഇൻ്റലിജൻറ്റ് ഏജ്. 343. 2025 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക. 2025 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 344. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ കാനഡ. 345. 2025 G7 ഉച്ചകോടി നടന്ന സ്ഥലം?
ആൻസർ ഓപ്ഷൻ ബി കാനനാസ്കിസ്. 34ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡ. 2025 G7 ഉച്ചകോടി നടന്ന സ്ഥലം എന്നത് കാനനാസ്കിസ്. 346. 2025 ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര്? ആൻസർ ഓപ്ഷൻ ബി നെവിൻ റാങ്കുലം. 2025 ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് നെവിൻ റാങ്കുലം. 347. 2025 ഇന്ത്യയുടെ ആദ്യത്തെ ജനറേഷൻ സെറ്റ് MP എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ചന്ദ്രശേഖർ പെമ്മസാനി. 2025 ഇന്ത്യയുടെ ആദ്യത്തെ ജനറേഷൻ സെറ്റ് MP എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ പെമ്മസാനി. 348. 2025 കേരളത്തിൽ ആരംഭിച്ച പ്രധാന അന്താരാഷ്ട്ര കായിക പരിപാടികളിലൊന്നാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി കേരള സൂപ്പർ ലീഗ്. 2025 കേരളത്തിൽ ആരംഭിച്ച പ്രധാന അന്താരാഷ്ട്ര കായിക പരിപാടികളിലൊന്നാണ് കേരള സൂപ്പർ ലീഗ്. 349. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ എ കായികം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ എ കായികം. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.